പട്ടേൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പട്ടേലിനെ എങ്ങനെയാണ് നെഹ്റു കണ്ടിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. കേട്ടാൽ നമുക്ക് വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ ചരിത്രം പരിശോധിക്കാം. അതായത് ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ പട്ടേലിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗുജറാത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ നെഹ്റുവിന്റെ ഓഫീസിൽ നിന്നൊരു ഉത്തരവുണ്ടായി. പട്ടേലിന്റെ ശവസംസ്കാരത്തിന് പോകാൻ ആർക്കും അവധി അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലോസ് ഓഫ് പേ അവധി എടുത്തുകൊണ്ട് പോകണം. പിന്നെ പോകുന്നവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി വേണം യാത്ര ചെയ്യാൻ. നെഹ്റു ഇറക്കിയ ഉത്തരവാണ്. അപ്പൊ നെഹ്റുവിന് പട്ടേലിനോടുണ്ടായിരുന്ന ആദരവ് എന്താണെന്ന് വ്യക്തമല്ലേ? ഇത് ഒരു സംഭവം. അങ്ങനെ പട്ടേലിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ പോലും അക്ഷരാർത്ഥത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയ വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇനി നമ്മുടെ മലയാളിയായിട്ടുള്ള വർഗീസ് കുര്യൻ, അമൂൽ കുര്യൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആനന്ദ് ഡയറിയുടെ, അമൂലിന്റെ ഒക്കെ സ്ഥാപകൻ, അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്ന ആത്മകഥയിൽ ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം സാക്ഷിയായ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് അഹമ്മദാബാദിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ആൾക്കൂട്ടം കണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങി. അപ്പോ അദ്ദേഹം ആൾക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ഒരു സ്ത്രീ റോഡിൽ വീണ് കിടക്കുന്നു. അപ്പൊ ആൾക്കാരെ എല്ലാം കൂടെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോ ഈ കുര്യൻ ചോദിച്ചു, ഇതാരാണ്? ആൾക്കാർ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ, ഇത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ മകൾ മണി ബെൻ. വൃദ്ധയാണ്, കണ്ണുകൾക്ക് കാഴ്ചയില്ല, കാലുകൾക്ക് തളർച്ച ബാധിച്ചിട്ട് പലപ്പോഴും വേച്ച് വേച്ച് വീഴും. ഞങ്ങൾക്ക് ഇവരെ നല്ല പരിചയമാണ്, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ കൊണ്ടാക്കും. ഇവര് അവിവാഹിതയാണ്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മുഴുവൻ ജയിലിൽ കിടന്നു. സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടി മകൾ എന്നുള്ള അർത്ഥത്തിൽ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു, വിവാഹം കഴിക്കാൻ കൂട്ടാക്കിയില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം തികഞ്ഞ ഗാന്ധിയരായി ജീവിച്ചു, ലളിതമായിട്ടുള്ള ജീവിതം. അങ്ങനെയാണ് മണി ബെന്നിനെ നമ്മുടെ അമൂൽ കുര്യൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അമൂൽ കുര്യൻ ഈ മണി ബെന്നിനെ വീട്ടിൽ പോയി കണ്ടു. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു. അമൂൽ കുര്യൻ മണി ബെന്നിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവര് നിലത്തൊരു പായ വിരിച്ച് അതിൽ കിടക്കുകയായിരുന്നു. ഇദ്ദേഹം ചെന്നപ്പോ അവരുടെ ആകെ ഒരു വിഷമം, ഇരിക്കാൻ ഒരു കസേരയില്ല കൊടുക്കാൻ. അദ്ദേഹം ആ പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ മണി ബെന്നിനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോ ഒരു ചോദ്യം ചോദിച്ചു, അല്ല, നിങ്ങൾ കോൺഗ്രസിന്റെ ട്രഷററായിരുന്ന ആളിന്റെ മകളാണ്. കോൺഗ്രസിന്റെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗതി വരാനുള്ള കാര്യം എന്താ? മണി ബെൻ ഒരു സംഭവം നമ്മുടെ വർഗീസ് കുര്യനോട്, മലയാളിയായ വർഗീസ് കുര്യനോട് പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേൽ ഭരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ ട്രഷറർ ആയിരുന്നു, ഖജാൻജിയായിരുന്നു. കോൺഗ്രസിന് അന്ന് ധാരാളം സമ്പത്തുണ്ട്. മരിക്കുന്ന സമയത്ത് അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന മകൾ എന്നുള്ള നിലയിൽ അക്കൗണ്ട് എനിക്കറിയാമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ കിടന്ന 35 ലക്ഷം രൂപ അത് ബാങ്കിൽ നിന്ന് പിൻവലിച്ച് ആ രൂപയുമായി ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ ഡൽഹിയിലേക്ക് പോയി. അങ്ങനെ ഡൽഹിയിലെത്തി, നെഹ്റുവിന്റെ ഓഫീസിലെത്തി, ഈ പണം അദ്ദേഹത്തിന് കൈമാറി. അങ്ങനെ കൈമാറുമ്പോൾ അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കിയില്ല, പണത്തിലേക്ക് മാത്രമാണ് നോക്കി. അല്പസമയം ഞാൻ അവിടെ കാത്തു നിന്നു. എന്തെങ്കിലും നെഹ്റു ചോദിക്കും അല്ലെങ്കിൽ പറയും എന്ന് കരുതി. പക്ഷേ ഒന്നും വേണ്ടിയില്ല. ഞാൻ തിരിച്ചു പോന്നു. അമൂൽ കുര്യൻ ചോദിക്കുന്നു, മണി ബെൻ എന്ത് ചോദിക്കും എന്നാണ് നിങ്ങൾ കരുതിയത്? മണി ബെൻ പറഞ്ഞു, ഇനി നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നെങ്കിലും ചോദിക്കും എന്ന് ഞാൻ കരുതി. കാരണം എനിക്ക് പശുക്കളെ വളർത്താൻ മാത്രമേ അറിയൂ. അപ്പോഴേക്കും എനിക്ക് പ്രായമായിരുന്നു. പശുക്കളെ വളർത്താനുമുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഞാൻ അവിവാഹിതയാണ്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ലായിരുന്നു. അച്ഛൻ എന്നെ അതുമാത്രം പഠിപ്പിച്ചില്ല. രാജ്യത്തിന് വേണ്ടി
സകലതും സമർപ്പിക്കാനേ പഠിപ്പിച്ചുള്ളൂ. പക്ഷേ അച്ഛനില്ല. അനാഥയാണ് ഞാൻ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ സമ്പത്തും സമർപ്പിച്ച് തിരിച്ചു പോരാൻ വണ്ടിക്കൂലി ഉണ്ടോ എന്ന് ചോദിക്കും എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ തിരിച്ചു പോരാനുള്ള വണ്ടിക്കൂലി ഉണ്ടോ എന്ന ചോദ്യം പോലും നെഹ്റു ചോദിച്ചില്ല. ഇതാണ് മണിബൻ പറഞ്ഞത്. ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമല്ലേ നമ്മുടെ നെഹ്റുവും ഗാന്ധിയും ഒക്കെ നമ്മുടെ പട്ടേലിനോടുള്ള നിലപാടെന്തായിരുന്നു എന്ന്. ഈ പട്ടേലിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി നിർത്താൻ മഹാത്മാഗാന്ധി കണ്ടുപിടിച്ച ന്യായമുണ്ടല്ലോ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തില്ലേ? അതായത് ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും ആവേശം കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കൂ, നെഹ്റു വരട്ടെ എന്ന് പറഞ്ഞ ഗാന്ധിജി 1939 ചെയ്ത മറ്റൊരു സംഭവം. അന്ന് ഇന്ത്യയുടെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും മുഴുവൻ ആവേശമായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അതും വമ്പൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റു, ഗാന്ധി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സുഭാഷിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയൊക്കെ രംഗത്തിറങ്ങിയിരുന്നു. 8 നില പൊട്ടിപ്പോയി ആ സ്ഥാനാർത്ഥി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു കഴിഞ്ഞപ്പോ ഇതേ ഗാന്ധിജി, മഹാത്മാഗാന്ധിജി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, രാജിവെക്കൂ. അദ്ദേഹം ചോദിച്ചു, എന്തിന്? അല്ല, നിങ്ങളുടെ തീവ്രവാദ ലൈൻ അല്ല ഇപ്പോൾ ആവശ്യം. നമുക്ക് സമാധാനത്തിന്റെ മാർഗം, അഹിംസയുടെ മാർഗമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ കടുത്ത നിലപാടുള്ള ഒരാളിനെ കോൺഗ്രസ് പാർട്ടിയും രാജ്യവും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും പൊരുത്തപ്പെടലുകളുടേതുമായ ഒരു മാനസികാവസ്ഥയുള്ള ആൾ വേണം കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ. അതുകൊണ്ട് താങ്കൾ രാജിവെക്കണം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചിട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും വലിച്ചെറിഞ്ഞ് പുറത്തു വന്നിട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു. ഇന്നും അതിന്റെ പൊട്ടും പൊടിയും ഒക്കെ ഇന്ത്യയുടെ ചില ഭാഗത്തുണ്ട്. പക്ഷേ ഞാൻ ഈ 2 സംഭവങ്ങൾ പറഞ്ഞത് നെഹ്റു ആണെങ്കിലും ഗാന്ധി ആണെങ്കിലും പട്ടേലിനോട് കാണിച്ച നന്ദികേടും അങ്ങേയറ്റത്തെ അപരാധവും ഈ രാജ്യം മുഴുവൻ ശാപം പോലെ ഇന്നും പേറേണ്ടി വരികയാണ്. ഏതായാലും ഇന്ന് അതിൽ നിന്ന് നമ്മൾ വിമുക്തമാകുമ്പോൾ, രാജ്യം വീണ്ടും അതിന്റെ അന്തസ്സും അഭിമാനവും തിരിച്ചു പിടിച്ച് തലയുയർത്തി നിൽക്കുമ്പോൾ, ഇവിടെ ഒരിക്കൽ കൂടി വിചാരണ ചെയ്യപ്പെടുന്നത് ഗാന്ധിജിയാണ്. എന്തുകൊണ്ട് ഗാന്ധിജിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു? ആ കാരണം നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയൊരു ഗൂഢാലോചനയുടെ കഥയാണ്, ഒരു വമ്പൻ ഗൂഢാലോചന. ആ ഗൂഢാലോചന ഇന്നും തുടരുകയാണ് ഇന്ത്യയിൽ.